നമസ്കാരം. യൂണിവേഴ്സിറ്റി കലോത്സവം അരങ്ങ് തകർക്കുകയാണ്. ഈ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വളരെ വൈകിയാണ് ഞാൻ എത്തിയത്. ഏറെ രാത്രിയായപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തിയപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ പലതരത്തിലുള്ള രാഗങ്ങളെ കേട്ടു തുടങ്ങി. അങ്ങനെ ആ വേദിയിലോട്ട് ചെന്നപ്പോഴാണ് വളരെ പരിചിതമായ ഒരു മുഖം കണ്ടത്. സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ മുഖം പരിചിതം തന്നെയാണ്. പരിചിതമായ ആളാരാണെന്ന് നമുക്ക് നോക്കാം. ജയതി ലളിത പരമേശ്വരി. നമസ്കാരം കൺമണി. നമസ്തേ. കൺമണി ഇനി പ്രേക്ഷകർക്ക് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചൊരു കൺമണി കണ്ടു കാണും എപ്പോഴെങ്കിലും ഒക്കെ. അപ്പോൾ വൈറൽ താരമാണ്. എന്താണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള പ്രചോദനം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ ശ്രീ സ്വാതിനാഥ് ഗവൺമെൻറ് മ്യൂസിക് കോളേജിൽ PG ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. MA മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ആ അവസരത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. എൻ്റെ ലാസ്റ്റ് കലോത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അഥവാ ഇതിനു മുമ്പുള്ള ഫസ്റ്റ് ഇയറിൽ എത്തിയായിരുന്നു? അങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് മത്സരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കൂൾ കലോത്സവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ ലാസ്റ്റ് കലോത്സവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി മത്സരിക്കാനൊക്കെ സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഒന്നും അല്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഭയങ്കര ചൂടല്ലേ? ഓ, ഭയങ്കര ചൂട്. സ്റ്റേജിൽ ഇരുന്നതിന് ഒരു ഭയങ്കര വിയർത്താണ് ഞാൻ പാടിയത്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. കർണാടകയ്ക്ക് ഏകദേശം ഒരു 30 കാൻഡിഡേറ്റ്സോളം ഉണ്ട്. അതിൽ നിന്ന് മിക്കവരും നന്നായിട്ട് തന്നെ പാടിയാണ്. അതിൽ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ മത്സരം? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? ആലപ്പുഴ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ നാടെന്ന് വെച്ചാൽ എൻ്റെ നാടാണ്. അതാണ് ഞാൻ എൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ നാടെന്ന് നമ്മുടെ തനി തിരുവനന്തപുരം എങ്ങനെയുണ്ട്? ഭയങ്കര രസമുണ്ട്. കാരണം ഒന്നാമത് നമ്മുടെ ഈ ഒരു കോളേജിൻ്റെ വൈബിൽ, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു വൈബിൽ ഇരുന്ന് പാടാന്ന് വെച്ചാൽ ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് പാടാനൊക്കെ കഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഭയങ്കര എന്താ നൈറ്റൂടാണ് നമുക്ക് പ്രോഗ്രാം. നമുക്ക് ഏകദേശം ഉച്ചയ്ക്ക് നടക്കുന്ന പ്രോഗ്രാമാണ്. നല്ല ലാഗായിട്ടാണ് ഇപ്പോഴാണ് നടന്നു തീർന്നത്. ഏകദേശം രാത്രിയായി. അപ്പോൾ ആ സമയത്ത് പാടാം. എനിക്ക് തോന്നുന്നു ഈ കർണാട്ടിക് മ്യൂസിക്കിന് ആ സമയത്തും പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടായിരുന്നു. സ്റ്റേജ് നിറഞ്ഞായിരുന്നു ആൾക്കാർ. കർണാട്ടിക് ആണെങ്കിൽ പോലും സ്റ്റേജ് നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ താരമായതിനു ശേഷം ഇവിടേക്ക് എത്തുമ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയാണ്? ഷുവർ. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ സംസാരിക്കാൻ, ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും അവർ നമ്മൾ അംഗീകരിക്കുമ്പോഴും അവർ നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. ലൈഫ് മുമ്പോട്ട് ജീവിക്കാനായിട്ട് തോന്നുന്നത് അത് തന്നെയാണ്. ഒരു ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ വലിയ പ്രചോദനമാണ് കൺമണി. അപ്പോൾ അവരോട് എന്താണ് കൺമണിക്ക് പറയാനുള്ളത്? ലൈഫ് എന്നുള്ളത് നമുക്ക് ദൈവം തന്നതാണ്. അത് എങ്ങനെ ആയിക്കോട്ടെ, അതിൽ നമുക്ക് മാക്സിമം നമ്മൾ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്ത് ജീവിക്കാൻ സാധിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ നമുക്ക് ഈ സെലിബ്രിറ്റികൾ അവരുടെ മേഖലയിൽ നിന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടാറ്. അപ്പോൾ കൺമണിയുടെ മേഖല എന്ന് പറയുന്നത് പാട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ പാടിയ ആ ഒരു കീർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് വേണ്ടിയാണ്. പപവി മോചന പരജൂജി നന്നു പാലിംബു മേയ പരമ ഭവ നരമ. സൂപ്പർ. സ്റ്റേജിലും എല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ അടിപൊളിയാണ്. ഇനി അടുത്തൊരു ചോദ്യമൊന്നുമല്ല, ഏറ്റവും ഇനി ലൈഫിൽ ഇനി എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എനിക്ക് മ്യൂസിക് ലെക്ചറാണെന്നാണ് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ള എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിലേക്കുള്ളൊരു പടിയായിട്ടാണ് ഇതിനെയും കാണുന്നത്. അതെ. അപ്പോൾ ഇതിന് ശേഷം ഈ PG എടുക്കുന്നു. PGക്ക് ശേഷമുള്ളത് എന്തൊക്കെയാണ്? അത് PhDക്ക് വേണ്ടിയിട്ട് നോക്കണം എന്നുള്ളതാണ് ആഗ്രഹം. മ്യൂസിക് തന്നെയാണ്? മ്യൂസിക് തന്നെയാണ് കരിയർ. ജീവിതത്തിൽ മുഴുവൻ മ്യൂസിക് തന്നെയാണ്? അതെ. ഞാൻ ഏകദേശം ഒരു 1ാം ക്ലാസ് മുതൽ ഞാൻ കർണാട്ടിക് പഠിച്ചു തുടങ്ങിയതാണ്. അന്ന് തൊട്ട് മ്യൂസിക് കച്ചേരി ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ എൻ്റെ മെയിൻ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഈ ഒരു ആഗ്രഹങ്ങളും ഈ ഒരു മത്സരത്തിൽ ഒന്നാമതെത്തി. അതിനും ഉപരിയായിട്ട് എല്ലാം മാറിക്കൊണ്ട് ഇനി ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹം പോലെ തന്നെ ഒരു അധ്യാപകയായി മാറട്ടെ. എല്ലാവർക്കും ഇത്തരത്തിലൊരു പ്രചോദനമായി മാറാൻ സാധിക്കട്ടെ. പറഞ്ഞതുപോലെ കൺമണി ഒരു പ്രചോദനം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് വിഷമതകൾ ഉണ്ടാകുമ്പോൾ, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർ കൺമണി പോലുള്ളവരെ കണ്ടുപഠിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.
ക്യാമറ പേഴ്സൺ അരവിന്ദനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.